ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇതിനെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു ഔട്ടിംഗ് ഡേ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയൊക്കെ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചൂടല്ലേ ഗൈസ്, അപ്പോൾ നേരെ ഞങ്ങൾ ലിയോയിൽ കയറി രണ്ട് മോജിറ്റോ ഒക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മാമിമാരെല്ലാവരും കൂടി വേറൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മൂത്തുമ്മാടെ അടുക്ക് പോകാൻ. മൂത്തുമ്മാടെ വീട് വരുന്നത് മലപ്പുറത്താണ് കേട്ടോ, തിരൂർ. അപ്പോൾ ഞങ്ങളെല്ലാവരും പരമാവധി പേര് ആർക്കൊക്കെ മാക്സിമം കൊള്ളുക എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മലപ്പുറത്ത് പോണ വഴിക്ക് ഇപ്പോൾ ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നല്ല ബ്ലോക്കൊക്കെ ഇട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ അവിടേക്ക് എത്തിയത്. അപ്പോൾ മൂത്തുമ്മാടെ മോള് ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് തിരൂർ, ഷോളിൻ്റെ ഒക്കെ ഷോപ്പാണ് കേട്ടോ. നമ്മൾ വീഡിയോസ് ഇതിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൂത്തുമ്മാടെ മോളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരതിൽ നേരിട്ട് ഷോപ്പ് കണ്ടിട്ടില്ല, അപ്പോൾ അതും കൂടി കാണാനുള്ളൊരു അച്ഛൻ്റെയും കൂടി ഉണ്ട് കേട്ടോ ഈ പോക്കിൻ്റെ പിന്നിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കൈറ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി. എല്ലാ കളറിൻ്റെയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ റെയർ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരൂരുള്ളവർക്കൊക്കെ മസ്റ്റ് വിസിറ്റാണ്. അങ്ങനെ ഇതിൻ്റെ താഴെയായിട്ട് തന്നെ ടീ ഷോപ്സ് വരുന്ന കാരണം ഞങ്ങൾ നേരെ ചട്ടിപ്പത്തിരിയും ചൂടുള്ള ചായയൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയും കടികളൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ മൂത്തുമ്മാടെ അവിടേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ലഡു മേടിച്ചു കേട്ടോ. എല്ലാവർക്കും ലഡു ഭയങ്കര ഇഷ്ടം. പക്ഷേ കഴിച്ച് ഇതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്നൊക്കെ 2-3 തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ത് സോഫ്റ്റാണെന്നറിയുമോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഇതാണ് മൂത്തുമ്മാടെ വീട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഭയങ്കര ട്രഡീഷണലായിട്ടുള്ള പണ്ടത്തെ വീട്. ഇപ്പോഴും അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇരിക്കുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പറയുന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചൂടാണ്. അവിടെ ഒരു ചൂടും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പം ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര കൂളിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ എപ്പോൾ പോയാലും ഒന്ന് കയറി മോളി കയറി ഇറങ്ങൽ അത് മസ്റ്റാണ്. എന്തോ അതായിരുന്നു ഒരു പ്രത്യേക ഒരു സുഖം. ഇത് ഇതൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ഉള്ള എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പോട്ടുകളല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം. ഇപ്പോഴും അതെ, അവിടെ എത്ര പ്രാവശ്യം പോയാലും പിന്നെയും പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് നടന്നു നോക്കിയില്ല ഇങ്ങനെ സമാധാനം കിട്ടില്ല. ഇത് മറ്റേ വെള്ളം കുറേ യൂസ് ചെയ്തിരുന്നത് അത് യൂസ് ചെയ്യുന്നില്ല, എന്നാലും അത് അങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തും അതൊക്കെ കാണിച്ചു തരുന്നിരുന്നു ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അപ്പോഴത്തേനും ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് മൂത്തുമ്മ പറഞ്ഞത്, ഈ ഒരു സ്ക്വയർ കണ്ടോ, ഇത് മറ്റേ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ പുറത്തിരിക്കുന്നവർക്ക് പണ്ട് ഫുഡൊക്കെ കൊടുത്തിരുന്ന ഒരു സ്പേസ്. ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ മെയിൻലി വന്നതിൻ്റെ വേറൊരു അജണ്ട എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞങ്ങൾ ഊട്ടിയിൽ കുറച്ച് കസിൻസ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് നോമ്പ് പ്രമാണിച്ച് കസിൻസിന് എല്ലാവർക്കും ഡേറ്റ്സും അതുപോലെ തന്നെ അവരെ തന്നെ ചായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഡിക്കിൽ കയറ്റി നേരെ ഇനി പോണത് മാമിയുടെ വീട്ടിലേക്കാണ്. മാമിയുടെ വീടും സ്വന്തം വീടും തിരൂർ തന്നെയാണ്, അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് പകലാണെന്നുണ്ടെങ്കിൽ ഗൈസ് അടിപൊളി വ്യൂ ആണ്, പാടത്തിന് നടുവിൽ കൂടെയാണ്. പക്ഷേ രാത്രിയായ കാരണം ഒന്നും വിസിബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ മാമിയുടെ ഉമ്മാക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങളെ കണ്ടോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വാതിൽ തുറന്നിട്ട് അനക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയി നോക്കി മൂപ്പരാകെ സർപ്രൈസ്. അങ്ങനെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചാവക്കാട് ഭാഗം തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഇത് നോമ്പിനൊക്കെ മുമ്പുള്ളതാണ് കേട്ടോ. ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അവിടെ ഞങ്ങൾ എപ്പോൾ ഹോട്ടലിൽ കയറിയാലും മസ്റ്റാണ് അൽഫാം. അപ്പോൾ അൽഫാം തന്നെയാണ് ഓർഡർ ചെയ്തത്. പെരി അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെയും കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തുനിന്നും പോരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബാക്ക് ടു ഹോം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.